ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് റൂട്ട് ലോക്കസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അതിലെ പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ കൺസ്ട്രക്ഷൻ റൂൾസ് നമ്മൾ കണ്ടു. ആ കൺസ്ട്രക്ഷൻ റൂൾസിനെ തന്നെ ബേസ് ചെയ്തിട്ട് സ്റ്റെപ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് റൂട്ട് ലോക്കസ് വരയ്ക്കുന്നതിന് ചെയ്യേണ്ട സ്റ്റെപ്പുകൾ ആദ്യം നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന് നമ്പർ ഓഫ് പോൾസ്, എത്ര പോളുകളുണ്ട്, അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് സ്മോൾ ലെറ്റർ n. അത് കഴിഞ്ഞിട്ട് നമ്പർ ഓഫ് സീറോസ് കണ്ടുപിടിക്കുക, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് സ്മോൾ ലെറ്റർ m. അത് കഴിഞ്ഞിട്ട് അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കണം, എത്ര അസിംപ്റ്റോട്ടുകളുണ്ട്. അതെന്ന് പറയുന്നത് നത്തിങ് ബട്ട് n മൈനസ് m, നമ്പർ ഓഫ് പോൾസ് മൈനസ് നമ്പർ ഓഫ് സീറോസ്. അത് കഴിഞ്ഞിട്ട് നാലാമത്തെ സ്റ്റെപ്പ് ആംഗിൾ ഓഫ് അസിംപ്റ്റോഡ്, ഈ ഓരോ അസിംപ്റ്റോഡുകളും ഉണ്ടാക്കുന്ന ആംഗിൾ അത് കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് ഇത്. കൺസ്ട്രക്ഷൻ റൂൾസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. അതിനുള്ള ഇക്വേഷനാണ് 2q + 1 × 180 ഡിവൈഡഡ് ബൈ n മൈനസ് m, വെർ ക്യൂയുടെ വാല്യൂ റേഞ്ചസ് ഫ്രം 0 to n മൈനസ് m മൈനസ് 1. അത് വെച്ച് ആംഗിൾ ഓഫ് അസിംപ്റ്റോഡ്സ് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ അസിംപ്റ്റോഡുകൾ ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അതിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് എന്ത്, സെൻട്രോയിഡ് അല്ലേ. സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. ഇക്വേഷൻ എന്താണ്, സം ഓഫ് റിയൽ പാർട്സ് ഓഫ് പോൾസ് മൈനസ് സം ഓഫ് റിയൽ പാർട്സ് ഓഫ് സീറോസ് ദ ഓൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോൾസ് മൈനസ് നമ്പർ ഓഫ് സീറോസ്. അപ്പോൾ എന്ത് കണ്ടുപിടിച്ചു, സെൻട്രോയിഡ് കണ്ടുപിടിച്ചു. ഇനി നമുക്കറിയാം പോൾസ് ആണെങ്കിൽ ബ്രേക്ക് എവേ ആണല്ലേ, എവേ ആയിട്ടാണ് റൂട്ട് ലോക്കസ് പോവുക. അതുപോലെ സീറോസ് ആണെങ്കിൽ അടുത്തോട്ടാണ് വരിക, ബ്രേക്ക് ഇൻ. അപ്പോൾ അതിന് ബ്രേക്ക് എവേ പോയിന്റും ഉണ്ട്, ബ്രേക്ക് ഇൻ പോയിന്റും ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് ബ്രേക്ക് എവേ പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ 6th സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ്, ബ്രേക്ക് എവേ പോയിന്റ് കണ്ടുപിടിക്കുക. 6th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്ക് എവേ ഓർ ബ്രേക്ക് ഇൻ. അപ്പോൾ ബ്രേക്ക് എവേ പോയിന്റ് എന്ന് ഞാൻ എഴുതാം. ബ്രേക്ക് എവേ പോയിന്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന് k എടുക്കുക, എന്നിട്ട് k കണ്ടുപിടിച്ചതിന് ശേഷം k എന്നുള്ള ഇക്വേഷൻ കോട്ട് ചെയ്യുക, എന്നിട്ട് dk/ds = 0 അപ്ലൈ ചെയ്യുക. dk/ds = 0 അപ്ലൈ ചെയ്തിട്ടാണ് എന്ത് കണ്ടുപിടിക്കുന്നത്, ബ്രേക്ക് എവേ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും, സ്റ്റെപ്പുകൾ അറിഞ്ഞു വയ്ക്കുക. ബ്രേക്ക് എവേ പോയിന്റ് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഇമാജിനറി ആക്സിസിൽ. നേരത്തെ റിയൽ ആക്സിസിൽ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിച്ചു അസിംപ്റ്റോഡുകളുടെ. അതുപോലെ ഇനി പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ അറ്റ് ഇമാജിനറി ആക്സിസ്, പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ അറ്റ് ഇമാജിനറി ആക്സിസിലത് അത് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നത്തിങ് ബട്ട് നമ്മളുടെ റൂത്ത് ഹാർവിസ് ക്രൈറ്റീരിയനില്ലേ, റൂത്ത് ഹാർവിസ് ക്രൈറ്റീരിയൻ വെച്ച് നമ്മൾ എഴുതുക. റൂത്ത് അറേ എഴുതുക. എന്നിട്ട് അത് s⁻1ൻ്റെ ടേമിനെ, s⁻n റീജിയനെ നമ്മൾ 0 ഇക്വേറ്റ് ചെയ്യുക. അത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു, 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് കെയുടെ വാല്യൂ കിട്ടും. കെയുടെ വാല്യൂ കിട്ടിയതിന് ശേഷം കെയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അതിൻ്റെ ശേഷം ആ കെയുടെ വാല്യൂ തൊട്ട് മുന്നത്തെ s² ഓക്സിലറി ഇക്വേഷനിലെ ആ ഓക്സിലറി ഇക്വേഷനിൽ ഈ കെയുടെ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. അങ്ങനെയാണ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ അറ്റ് ഇമാജിനറി ആക്സിസ് കണ്ടുപിടിക്കുന്നത്. ഇത്രയാണ് സ്റ്റെപ്സ് ഫോർ ഡൂയിങ് റൂട്ട് ലോക്കസ് കണ്ടുപിടിക്കാൻ വേണ്ട സ്റ്റെപ്പുകൾ. ആദ്യം നമ്പർ ഓഫ് പോൾസ്, പിന്നെ നമ്പർ ഓഫ് സീറോ, ദെൻ അസിംപ്റ്റോഡ് n മൈനസ് m, ആംഗിൾ ഓഫ് അസിംപ്റ്റോഡുകൾ റിയൽ ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് അഥവാ സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് എവേ പോയിന്റ് ഓർ ബ്രേക്ക് ഇൻ പോയിന്റ് കണ്ടുപിടിക്കുക. പിന്നെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ അറ്റ് ഇമാജിനറി ആക്സിസും കണ്ടുപിടിക്കുക. അതിൽ ബ്രേക്ക് എവേ പോയിന്റ് കണ്ടുപിടിക്കുന്നത് dk/ds = 0 ഉപയോഗിച്ചിട്ട്, പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ അറ്റ് ഇമാജിനറി ആക്സിസ് കണ്ടുപിടിക്കുന്നത് നമ്മുടെ റൂത്ത് അറേ യൂസ് ചെയ്തിട്ടുമാണ്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം, അപ്പോൾ ക്ലിയർ ആവും. അപ്പം നമുക്ക് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. g(s) = k/s × s+4. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്പർ ഓഫ് പോൾസ് n അല്ലേ. എത്ര നമ്പർ ഓഫ് പോൾസ്, ഡിനോമിനേറ്റർ നോക്കിയിട്ടാണ് നമ്മൾ നമ്പർ ഓഫ് പോൾസ് പറയുന്നത് അല്ലേ. ഇവിടെ 2 പോളുകളുള്ളത്, s = 0 ആൻഡ് s = -4. അപ്പോൾ 2 പോൾസ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, നമ്പർ ഓഫ് സീറോസ് റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റർ m. സീറോസ് എവിടെ ഉണ്ടാവുക, ന്യൂമറേറ്ററിലാണല്ലേ. ഇവിടെ ഒരു എസിൻ്റെ ടേമും ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ, സീറോസ് എന്ന് പറഞ്ഞാൽ
സീറോ തന്നെയാണ് അല്ലേ. അടുത്തത് മൂന്നാമത് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? അസിംപ്റ്റോട്സ്. അസിംപ്റ്റോട്സ് കണ്ടുപിടിക്കണം. അസിംപ്റ്റോട്സ് എന്ന് പറഞ്ഞാൽ n-m 2 - 0 2. രണ്ട് അസിംപ്റ്റോഡുകളുണ്ട്. അടുത്തത് നമ്മൾ ആംഗിൾ ഓഫ് അസിംപ്റ്റോഡ് കണ്ടുപിടിക്കുക. ആംഗിൾ ഓഫ് അസിംപ്റ്റോട്സ്. ആംഗിൾ ഓഫ് അസിംപ്റ്റോട്സ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഫൈ എ എന്നാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2q + 1 × 180 / n-n. അതെത്ര കിട്ടും? 2q + 1 × 180/2 അല്ലേ. 180/2 എന്താണ്? 90. ഇനി ക്യൂവിൻ്റെ വാല്യൂ ഏത് തൊട്ട് ഏത് വരെയാ? 0 to n - m - 1. n-m എന്താണ്? 2. അഗെയിൻ -1 എത്രയാ? 1. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ 0ഉം 1ഉം. ഇനി ആ 0ഉം 1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ആംഗിൾസ് കണ്ടുപിടിക്കുക. ക്യൂ 0 ആവുമ്പോൾ ഫൈ എ നമുക്ക് എന്ത് കിട്ടും? 90 ഡിഗ്രി എന്ന് കിട്ടും. ക്യൂ 1 ആവുമ്പോൾ ഫൈ എ നമുക്ക് എന്ത് കിട്ടും? 3 എത്രയാ? 270 എന്നും കിട്ടും. അപ്പം ഇതാണ് രണ്ട് അസിംപ്റ്റോഡുകളും റിയൽ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന രണ്ട് ആംഗിളുകൾ. ഒന്ന് 90 ഡിഗ്രി, ഒന്ന് 270 ഡിഗ്രി. ഇവിടെ രണ്ട് അസിംപ്റ്റോഡുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവർ റിയൽ ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? സെൻട്രോയിഡ്. അപ്പോൾ നമുക്ക് സെൻട്രോയിഡ് കണ്ടുപിടിക്കാം. സെൻട്രോയിഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അഞ്ചാമത്തെ സ്റ്റെപ്പിൽ സെൻട്രോയിഡ് എന്ന് പറയുന്നത് റിയൽ ആക്സിസ് മീൻസ് റിയൽ പാർട്ട് ഓഫ് പോൾസിൻ്റെ സമ്മ് മൈനസ് റിയൽ പാർട്ട് ഓഫ് സീറോസിൻ്റെ സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോൾസ് -0. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? g(s) = k/s × s + 4 ആണ്. ഏതൊക്കെയാണ് പോള്? 0ഉം -4ഉം. സീറോസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ സം ഓഫ് പോൾസ് എന്ന് പറയുന്നത് എന്താ? 0 + -4 വിച്ച് ഇസ് -4 മൈനസ് സം ഓഫ് സീറോസ് ആണ്. സീറോസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ 0 ഡിവൈഡഡ് ബൈ n-m. n-m എന്തായിരുന്നു? 2 അല്ലേ. 2 കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -4/2 = -2. അപ്പോൾ -2 എന്ന് പറയുന്ന പോയിന്റിലാണ് റിയൽ ആക്സിസിന് ഈ രണ്ട് അസിംപ്റ്റോഡുകൾ വിത്ത് ആംഗിൾ 90 and 270 മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടുപിടിച്ചു. ഇനി നമുക്കറിയാം ഇവിടെ സീറോസ് ഒന്നുമില്ല. ഉള്ളത് മൊത്തം ആരാണുള്ളത്? പോൾസ് ആണ്. സോ പോൾ ആകുമ്പോൾ എന്താ ചെയ്യുന്നത്? എവേ ആണ് പോകുന്നത്. റൂട്ട് ലോക്കസ് എവേ ഫ്രം ദ പോൾ ആണ് പോകുന്നത്. സോ ബ്രേക്ക് എവേ പോയിന്റ് ഉണ്ടായിരിക്കും. ബ്രേക്ക് എവേ പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞത്? ബ്രേക്ക് എവേ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ബ്രേക്ക് എവേ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് dk/ds = 0 യൂസ് ചെയ്തിട്ടാണ് അല്ലേ. നമുക്കിവിടെ എഴുതി വെക്കാം കേട്ടോ. അസിംപ്റ്റോഡുകൾ രണ്ടെണ്ണം. ഫൈ എ 1 എന്ന് പറയുന്നത് 90 ഡിഗ്രി കിട്ടി. ഫൈ എ 2 എന്ന് പറയുന്നത് നമുക്ക് 270 ഡിഗ്രി കിട്ടി. സെൻട്രോയിഡ് എന്ന് പറയുന്നത് നമുക്ക് -2 കിട്ടി. ഇനി ബ്രേക്ക് എവേ പോയിന്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇത് വെച്ചിട്ടാണ്, കെ വെച്ചിട്ട് അല്ലേ. കെയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട്. അപ്പോൾ നമുക്ക് എഴുതാം. അതിന്ന് നമ്മൾ 1 + k/s × s + 4 = 0 കൊടുക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? s × s + 4 + k = 0. അതായത് s² + 4s + k = 0. അതിന്ന് k എന്ന് പറയുന്നത് നമുക്ക് -s² - 4s എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാം? dk/ds എന്താ? dk/ds ചെയ്യുമ്പോൾ നമുക്ക് -2s - 4 എന്ന് കിട്ടും. അതായത് ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ dk/ds = 0 ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2s + 4 = 0. 2s = 4 and s = -2. അപ്പോൾ s = -2 ആണ് എന്ത്? ബ്രേക്ക് എവേ പോയിന്റ്. അതായത് ഈ റൂട്ട് ലോക്കസ് ബ്രേക്ക് എവേ ആവുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? -2 ആണ്. അപ്പോൾ നമുക്ക് അത് ഇവിടെ നോട്ട് ചെയ്യാം. ബ്രേക്ക് എവേ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് -2 കിട്ടി. ഓക്കെ, ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മനസ്സിലായല്ലോ. 1 + k/s × s + 4 ന്യൂമറേറ്ററിന് 0 കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ 0 കിട്ടും. അതിന്ന് k സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് dk/ds കണ്ടുപിടിച്ചു. അത് 0നോട് ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എസിൻ്റെ വാല്യൂ -2 എന്ന് കിട്ടി. ഇങ്ങനെയാണ് ബ്രേക്ക് എവേ പോയിന്റ് കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? ഇത് ഇമാജിനറി ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്. അപ്പം അതെന്ത് കിട്ടും? ഏഴാമത്തെ സ്റ്റെപ്പ്
ഇമാജിനറി ആക്സിസിൽ ടച്ച് ചെയ്യുന്നത്. അത് നമ്മൾ റൂട്ട് അറേ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇവിടെ കോട്ട് ചെയ്യാം. എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് കെ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ റൂട്ട് അറേ എന്താ? എസ് സ്ക്വയർ എസ് റൈസ് ടു 1 എസ് റൈസ് ടു 0. എസ് സ്ക്വയർ ആൾട്ടർനേറ്റ് എടുക്കുമ്പോൾ 1k, ഇത് 4, ഇവിടെ ഒന്നുമില്ല. ഇവിടെ നമുക്ക് 4 × k/4 വിച്ച് ഈസ് k ഇറ്റ്സെൽഫ് അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ റൂട്ട് അറേ ഉണ്ടാക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇതിനെ നമ്മൾ സാധാരണ ഇതിനെ 0നോട് ഇക്വേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇതിനെ 0നോട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് ഇമാജിനറി ആക്സിസിനെ തട്ടുന്നില്ല. ആലോചിച്ചാൽ തന്നെ അറിയാം നമുക്ക് 90 ഡിഗ്രിയിലാണ് പോണേ. അപ്പോൾ അത് ഇമാജിനറി ആക്സിസിനെ ടച്ച് ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഈ പോയിന്റ് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ റൂട്ട് ലോക്കസ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഫൈനൽ എല്ലാം കിട്ടിയിട്ട് പ്ലോട്ട് ചെയ്താലും മതി. അപ്പം ഇനി നമുക്ക് റൂട്ട് ലോക്കസ് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം നമുക്കിത് അണ്ടർസ്റ്റുഡ് ആണ്, റൂട്ട് ലോക്കസിന് വേണ്ടി നമ്മൾ എല്ലാ പോയിൻറ്റ്സും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എടുക്കുകയാണ് റൂട്ട് ലോക്കസ് വരയ്ക്കാൻ വേണ്ടി. ദിസ് ഈസ് റിയൽ ആക്സിസ് ആൻഡ് ദിസ് ഈസ് ഇമാജിനറി ആക്സിസ്. ഏതൊക്കെ പോളാണ് നമുക്കുള്ളത്? എസ് ഈക്വൽ ടു 0 ഒരു പോളുണ്ട്. ദെൻ എസ് ഈക്വൽ ടു -4 നമുക്ക് വേറൊരു പോളുള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഓഡ് നമ്പർ, അതായത് സീറോസിൻ്റെയും പോൾസിൻ്റെയും എണ്ണത്തിൻ്റെ സം എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആവുന്ന റീജിയണിൽ മാത്രമാണ് റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓഡ് നമ്പർ ആവുന്ന റീജിയണിൽ. അപ്പം ഇവിടെ നോക്കിയേ, ഇതുവരെ എക്സിസ്റ്റ് ചെയ്യില്ല, കാരണം ഇതുവരെ ഒന്നുമില്ല, 0 ആണ്. അപ്പോൾ ഒന്നുമില്ല, അപ്പോൾ അതുവരെ റൂട്ട് ലോക്കസ് ഇല്ല. റൂട്ട് ലോക്കസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരാൾ വന്നു അല്ലേ? അപ്പോൾ 1 ഒരു എന്ത് വന്നു? റൂട്ട് ലോക്കസ് ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് തുടങ്ങി ഏതുവരെ എക്സിസ്റ്റ് ചെയ്യും? ഇതുവരെ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഏതുവരെ എക്സിസ്റ്റ് ചെയ്യും? ഇതുവരെ എക്സിസ്റ്റ് ചെയ്യും. ഇനി ഇതെന്താണ്? ബ്രേക്ക് എവേ ആണ്. ബ്രേക്ക് എവേ ആണ്. ഇനി ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഉണ്ടാവുമോ? ഇല്ല. അപ്പം എന്തായി? 2 എണ്ണമായി, ഈവനായി. അപ്പം ഉണ്ടാവില്ല. ഇനി ഇവിടെ ഒരാളുണ്ടായിരുന്നെങ്കിൽ, സപ്പോസ് ഇവിടെ ഒരാളുണ്ടായിരുന്നെങ്കിലോ, ഇതുവരെ റൂട്ട് ലോക്കസ്, ഈ ഒരു ഏരിയയിൽ റൂട്ട് ലോക്കസ് ഉണ്ടാവില്ല. ഇവിടെ എത്തുമ്പോൾ എത്രണ്ണായി? 1 2 3 ആയി. അപ്പോൾ 3 ആയ സ്ഥിതിക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആരുണ്ടാവും? റൂട്ട് ലോക്കസ് ഉണ്ടാവും. അങ്ങനെയാണ് റൂട്ട് ലോക്കസ് വരിക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇത്രയും പോർഷനാണ് റൂട്ട് ലോക്കസിൻ്റെ. ഇനി നമുക്ക് സെൻട്രോയിഡ് കിട്ടിയിട്ടുണ്ട്. എന്താണ്? -2. ഒരു കാര്യം ശ്രദ്ധിക്കുക, ബ്രേക്ക് എവേ പോയിൻറ്റും -2 ആണ്, സെൻട്രോയിഡും -2 ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുന്ന് എത്ര ആംഗിളിലാണ് പോകുന്നത്? ഇങ്ങനെ. ഓക്കെ, 90 ഡിഗ്രി വരും. അതേപോലെ ഇങ്ങോട്ടേക്ക് ഇതും എത്രയാ? 270 ഡിഗ്രി. ഇത് A1, ഇത് A2. അപ്പോൾ ഇതാണ് അസിംപ്റ്റോട്ടുകൾ, 2 അസിംപ്റ്റോട്ടുകൾ. അപ്പോൾ ഇവരെന്ത് ചെയ്യും? റൂട്ട് ലോക്കസ് ഇങ്ങനെ വന്നിട്ട് ഓൾവേസ് സിമെട്രിക്കൽ ടു റിയൽ ആക്സിസ് ആയിട്ടാണ് പോവുക അല്ലേ? ഓൾവേസ് സിമെട്രിക്കൽ ടു റിയൽ ആക്സിസ്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? കറസ്പോണ്ടിങ് റൂട്ട് ലോക്കസ്. ഈ ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൂട്ട് ലോക്കസ് ആണ് ഈ തന്നിട്ടുള്ളത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.